ഒരു സ്പൈസി ആയിട്ടുള്ള പരിപ്പ് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മസൂർ ദാള് അല്ലെങ്കിൽ തൂരപ്പരിപ്പ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഗരം മസാല വേണം, ചിക്കൻ മസാല, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, 2 ഉള്ളി, ചെറിയ തക്കാളിയായ കാരണം 3 തക്കാളി എടുത്തിട്ടുണ്ട്, പെരിഞ്ചീരകം, മല്ലിയില, ചെറിയ ഉള്ളി, വെളുത്തുള്ളി. ഇതിലേക്ക് നമുക്ക് ഈ മസൂർ ദാൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു 3-4 വിസിലാകുമ്പോഴേക്കും പരിപ്പൊക്കെ നന്നായി വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിൽ ഈ സവാള, തക്കാളി ഇതൊക്കെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ നമ്മളുടെ പരിപ്പ് ഇതാ നന്നായി വെന്തു. ഒരു 3 വിസിലായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി, പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തക്കാളിയും സവാളയും അരച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി ഉള്ളിയൊക്കെ അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടി. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി ഒരു കളറിനായിട്ട്, കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പരിപ്പ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ആവട്ടെ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്യാം. നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡിയായി. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിൽ തന്നെ നമുക്ക് വറുത്തിടാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും വറുത്തിട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി കേട്ടോ. അപ്പൊ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായി മൂത്തു. നമുക്ക് അതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. എന്തോ ഒരു മണം ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ. ഇതിന്റെ മേലെ നമുക്ക് മല്ലിയില വിതറി കൊടുക്കാം.